ലിജോസ് പെലിശ്ശേരി പടം പോലെ ഇരിക്കും. തല്ലുമാലയുടെ പോലെ ആക്ഷൻ, കമ്മിറ്റി പാടം പോലെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എല്ലാം കൊണ്ട് നല്ലൊരു പടമാണ്. ഇതൊരു വലിയൊരു ഹിറ്റായിരിക്കും. രോമാഞ്ചം പോലെ സർപ്രൈസ് ഹിറ്റായിരിക്കും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മറ്റേ ചെമ്പൻ വിനോദ എല്ലാവരും ആക്റ്റീവ് പെർഫോമൻസ് നല്ലതാണ്, വളരെ എൻഗേജിങ് ആണ്. ഞാൻ പറയുന്നത് മലയാളത്തിൽ ഇമാതിരി ഐറ്റം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. തമിഴിൽ ഇതുപോലെ കുറേ പടങ്ങൾ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ് വിടുതലൈ അല്ലെങ്കിൽ ജിഗർദാണ്ടൊക്കെ ഈ ഒരു സ്റ്റൈല് വരുന്നുണ്ട്. പക്ഷെ മലയാളത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു ഐറ്റം വരുന്നത്. തിയേറ്റർ വാച്ചിൽ OTT വന്നിട്ടൊന്നും കാണാൻ നിൽക്കില്ല. തിയേറ്ററിൽ വന്ന ആ എഫക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ തിയേറ്റർ തന്നെ ഒന്ന് കാണണം. മേക്കിംഗ് ആണെങ്കിലും സൗണ്ട് മിക്സിങ് ഒരു രക്ഷയില്ല. പടം പിടിച്ചിരുന്ന ഫുള്ള് സൗണ്ട് മിക്സ് ആണ്. പുഷ്പയിൽ വർക്ക് ചെയ്ത ടീമാണ് ഇതിൽ സൗണ്ട് മിക്സ് ചെയ്തേക്കുന്നത്. എല്ലാവരും അസാധ്യ പെർഫോമൻസ് ആണ്. എക്സ്പെഷ്യലി കൈയ്യടി കൊടുക്കേണ്ടത് ഉല്ലാസ് ചെമ്പനാണ്, പടത്തിൻ്റെ ഡയറക്ടർ, അതുപോലെ പ്രൊഡ്യൂസർ, അത് ലുക്മാൻ, മണികണ്ഠൻ, എല്ലാവരും അസാധ്യ പെർഫോമൻസ് ആണ്. അവസാനത്തെ ഒരു അരമുക്കാൽ മണിക്കൂർ എൻ്റെ പൊന്നെ എന്നതാ പറയാം, തിയേറ്റർ ഇളക്കി മറിച്ചിട്ടുണ്ട്. അതറിഞ്ഞ് പൊളിയാണ്. ഞാൻ പറയാം, പുഷ്പയുടെ പടത്തിന് മിക്സ് ചെയ്ത ടീം തന്നെയാണ് ചെയ്തേക്കുന്നത്. ഭയങ്കരം കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ഐറ്റം കിടു. ഇത് പ്രമോഷൻ പക്ഷേ കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ മലയാളം ഇടയ്ക്കിടയ്ക്ക് പടക്കങ്ങൾ പൊട്ടുന്നുണ്ടെങ്കിലും ഇത് കയറി കത്തും, ഒരു രക്ഷയില്ലാത്തതുകൊണ്ട്. ഒരു ഒന്നൊന്നര കിടക്കാച്ചി പടം. ഓർക്കാപ്പുറത്ത് കിട്ടിയൊരു ചെമ്മാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ട്രെയിലർ കണ്ടപ്പോൾ ഒരുപാട് ഒരു ഡിഫറെൻറ്റ് ഫീൽ തോന്നി. പക്ഷേ ഇത്രയും പ്രതീക്ഷയില്ല. ഒന്നൊന്നര മേക്കിംഗ്, റെട്രോ ഫീല് പഴയ കാലമാണ്. സോ തുടക്കം പോലെ അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്യാത്ത പാടാണ്. അത് അടിപൊളിയായിട്ട് കേട്ടിട്ടുണ്ട്. കളർ ടോൺ നൈസാണ്. ഒരു റെട്രോ പടം എങ്ങനെ എടുക്കണം എന്നുള്ളത് ഈ കളർ ടോണൊക്കെ ഇതാണ്. പിന്നെ പറയേണ്ടത് ആക്ഷൻ. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലൊരു അടിപൊളി ആക്ഷൻ ചെയ്യുന്നുണ്ട്. ഒരു ചാരാശാപ അടി, അതൊരു ഒന്നൊന്നര അടിയായിരുന്നു. പിന്നെ പെർഫോമൻസ് എല്ലാവരും അടിപൊളിയുണ്ട്. ചെമ്പൻ വിനോദ്, മാനത്, കഥയ്ക്ക് വേണ്ട അത്യാവശ്യം നല്ല ട്വിസ്റ്റ് ഉണ്ട്. മേക്കിംഗ് വൈസ് രസമായിട്ടുണ്ട്. എടുത്തു പറയേണ്ട രണ്ട് എനിക്കവരുടെ പേരില്ല, നമ്മൾ കമ്മിറ്റി പാർട്ടിലൊക്കെ അഭിനയിച്ചു തരാം. അവരിതിനകത്ത് ഒന്ന് പൊളിച്ചടിക്കുന്നുണ്ട്. യഥാർത്ഥ ശാസ്ത്രം അവരാണ്. അവരൊരു ആക്ഷനും ഡാൻസ് കളിച്ചിട്ടുള്ള ആക്ഷനൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഒരു ഒന്നൊന്നര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഡോണ്ട് മിസ് ഇറ്റ്. കാരണം ദിസ് ഈസ് ഗോണ ബി ഹിറ്റ്. അടിപൊളിയായിട്ട്. ആക്ച്വലി കേരള ജനത നല്ല സിനിമ എല്ലാം ഹിറ്റാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 2024 സ്റ്റാർട്ടിങ് ഇത് ഹിറ്റ് ആവേണ്ട ഒരു സിനിമയാണ്. ആൻഡ് തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ആൻഡ് മേക്കിംഗ് വൈസ് നമുക്ക് മലയാളത്തിൽ ഒരു കിടക്കാച്ചി ധാരണയോടെ കിട്ടിയേക്കണത്. ഒളിച്ചു.